അപ്പോൾ നമ്മൾ പൂന്തറയിൽ വന്നു കഴിഞ്ഞാൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന 3 ചേച്ചിമാരെ കാണാൻ വേണ്ടി പറ്റും. എല്ലാ പ്രാവശ്യവും നമ്മൾ മീനിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ഒരു 3 മാസത്തിലാണെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരയ്ക്കും അല്ലേ, ഈ ഒരു 3 മാസ കാലത്തിലാണെങ്കിൽ ഇവരുടെ മുഖത്ത് സന്തോഷം കാണൂല. അതുകൂടാതെ തന്നെ ഫുൾ പൂന്തറ കടപ്പുറത്തും വലിയ രീതിയിൽ സന്തോഷം കാണൂല. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്കാണെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പറ്റത്തില്ല. അതോടനുബന്ധിച്ചിട്ടുള്ള ഇഷ്ടംപോലെ പ്രോബ്ലംസുകളുണ്ട്. അപ്പോൾ ആ ഒരു വിഷ്വൽസാണ് കേസ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അല്ലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന മൂന്ന് ചേച്ചിമാർ, ഇതായുടെ ത്രിമൂർത്തികൾ ഇതായിരിക്കണം. 3-ാമത്തെ ആൾ എന്താണ് സംഭവം? പൂന്തറയിൽ ഇപ്പൊ എങ്ങനെയാണ്? പൂന്തറയുടെ അവസ്ഥ എന്താണ്? കടൽക്ഷോഭമാണ് ഇവിടെ, ഭയങ്കര കടൽക്ഷോഭം. നമുക്ക് ഇവിടെ ചെറിയൊരു ഹാർബർ ഉണ്ടെങ്കിൽ പണ്ട് കാലത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കൊരു ചെറിയ ഹാർബർ എന്ന് പറഞ്ഞ് ഒരുക്കി തരണം. പക്ഷെ ഗവൺമെന്റ് അതിനൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പൊ അതൊരു ചെറിയൊരു ഹാർബർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കടൽക്ഷോഭം ആയിരുന്നാലും നമ്മുടെ വെള്ളം ഇവിടെ നാട്ടുകാർ വഞ്ചി കൊണ്ടുപോയി നന്നായിട്ട് ഇവിടെ പണി ചെയ്ത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. ആ ഹാർബർ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വിഴിഞ്ഞത്ത് പോയി ഇത്രയും തെക്കും തിരക്കിലും പോയിട്ട് അവിടെ നിന്ന് പിടിച്ച് വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്താണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള ആവശ്യം? നമുക്ക് മെയിനായിട്ടുള്ള ആവശ്യം ഹാർബർ വേണമെന്ന് പല വട്ടവും പറഞ്ഞു. ഈ ഹാർബർ അവര് ഇങ്ങനെ പറഞ്ഞിട്ടും 10 കല്ലുകൊണ്ടിരുന്നു അതോടെ പോണു. ഈ കടലോരതാ കണ്ടില്ലേ, ഇനി കടൽ അളത്തളത്ത് അങ്ങോട്ട് പോകും. ഇനി എത്രയോ വരി വീടുകളൊക്കെ പോയായി, ഇനി പോവാൻ വീടില്ല. അപ്പൊ പാവപ്പെട്ട ജനങ്ങളെ ഗവൺമെന്റ് തന്നെ കൈ തൂക്കണം. ഓക്കെ, അപ്പൊ ത്രിമൂർത്തികളിലെ 3-ാമത്തെ എന്തുണ്ട് വിശേഷങ്ങൾ? വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ മീനൊന്നും ഇല്ല, കടലും കാറ്റും ചേലിയിടും. എന്നാലും അവന്മാര് ചെറുതായിട്ട് പണിക്ക് പോകും. എങ്ങനെയെങ്കിൽ ഇവിടെ ഹാർബർ വരണം. ഓക്കെ, അപ്പം വേറെ കടപ്പുറത്തൊക്കെ പോയി മീൻ വാങ്ങിക്കുന്നതിന്റെ കഷ്ടപ്പാട് എന്താണ്? ഇപ്പൊ അവിടെ പോയിരുന്നാൽ നമുക്ക് 5 ഇടിയും കിട്ടും, അവിടെ ചീത്തവിളി കിട്ടും. മീന് വാങ്ങിക്കാൻ അവിടെ അവര് വിടുവില്ല, നമുക്ക് ഇടിയും തന്ന് വിടും. നമ്മുടെ പൂന്തറ തുറമുഖമെങ്കിൽ നമുക്ക് മീൻ വാങ്ങിക്കാം. ഹാർബർ വരുന്നതിന്റെ എന്താണ് മെയിനായിട്ടുള്ള ആവശ്യകത എന്താണ്? ഹാർബർ വന്നാൽ എല്ലാരും പണിക്ക് പോകും, നമ്മളിരുന്ന് മീൻ വാങ്ങിക്കാൻ നിന്നു. ഓക്കെ, എല്ലാ പ്രാവശ്യം ഇതുപോലെ എല്ലാ ഇലക്ഷന്റെ സമയത്തും ചോദിക്കുന്നില്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് പറയാത്തത്? നമ്മൾ എന്തൊരു പറഞ്ഞാലും അവർ പറയും ഇപ്പം വരും ഹാർബർ, ഇപ്പം ചെയ്യാം. അതൊന്നും ഇതുവരെ വന്നിട്ടില്ല. വോട്ട് കിട്ടുന്നവരെ പറയും. നമുക്ക് ചോദിക്കാം, എന്താണ് സംഭവം? എന്താണ് പൂന്തറ കടപ്പുറത്ത് ഇപ്പോഴത്തുള്ള പ്രശ്നം? എന്താണ് കടപ്പുറത്ത് ബുദ്ധിമുട്ടാവണത്? ഈ കടൽക്ഷോഭം വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ അവിടെ പണിക്ക് പോകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും പാടുപെട്ടാണ് അവർ ഇവിടെ നിന്ന് അവിടെ പണിക്ക് പോയി അവിടെ നിന്ന് മീൻ പിടിച്ച് അവിടെ വിൽക്കാൻ കൊടുക്കാതെ സമയം കണ്ടെത്തി അത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവർ വിറ്റ് അവർക്ക് ഒരുപാട് വേദനയാണ്. ഈ മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോൾ ഭയങ്കര വിഴിഞ്ഞമ്പലം ഇവിടെ ഒരു ഹാർബർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സന്തോഷം. ഓക്കെ, അമ്മച്ചി എന്താണ് ഇപ്പം പറയാനുള്ളത്? അമ്മച്ചി പറയാനൊന്നുമില്ല. ഇപ്പൊ രണ്ടുപേരും ഇവിടെ മൗനവ്രതത്തിലാണ്. എന്താണ്, എന്തെങ്കിലും സംസാരിക്കണ്ടോ? പറഞ്ഞോ പറയും. ഞങ്ങള് ഇവിടെയേ ഒന്നും ഇല്ലാതെ എങ്ങനെ ഇരിക്കുന്നു. അവിടെ പറയണ ഇഷ്ടം പോലെ മീന്, ഞങ്ങളാണ് അവർക്ക് വില കൂട്ടി കൊടുക്കുന്നത്. അല്ല, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ കടൽ തീരമൊന്നും ഇല്ല എന്നുള്ള മനസ്സിലാവും. അല്ല, അതിപ്പം പുറം ലോകത്ത് അറിയിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ആയിട്ടുള്ള ഒരു കഷ്ടപ്പാട് പറഞ്ഞാലേ നമുക്ക് വീട്ടിൽ ഇരിക്കുന്നവർക്ക് അറിയണില്ലല്ലോ. അവര് പറയണ ഇഷ്ടം പോലെ മീന്, നിങ്ങൾക്കാണ് ഈ അന്യായം. അപ്പൊ ഈ എല്ലാ വർഷവും ഈ ഒരു 3-4 മാസവും ഇതുപോലെ കടല് കയറാറുണ്ടോ? ഇതുപോലെ കയറാറുണ്ട്. വെളിഞ്ഞ കണക്ക് നമുക്ക് ഇവിടെ ഒരു ഹാർബർ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും മേടിച്ച് നമ്മൾ കൊണ്ടുപോകും. ആ നാട്ടിൽ പോയാൽ നമ്മൾ കയ്യിൽ പൈസ കൊടുക്കണം. ഇവിടെ ആകുമ്പോൾ നമുക്ക് രാവിലെ കടം തരും, വിറ്റിട്ടൊന്ന് പിറ്റേന്ന് നമ്മൾ പൈസ അവരുടെ കയ്യിൽ ഏൽപ്പിക്കും. അങ്ങനെയാണ്. അങ്ങ് പോയാൽ ഇടിയും കുത്തും. അതുപോലെ എല്ലാ ദിവസവും ഇതുപോലെ മീൻ കിട്ടാറുണ്ടോ? കിട്ടുമ്പോ പോവും, ഇല്ലെങ്കിൽ ഇരിക്കും.